ഇന്നത്തെ കാലത്ത് നമ്മളോട് പലരും പറയാറുണ്ട് ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളത്. ഹാർഡ് വർക്ക് ചെയ്താലേ നല്ല മാർക്ക് കിട്ടൂ, ഹാർഡ് വർക്ക് ചെയ്താലേ ഉയരങ്ങളിലെത്തൂ എന്നൊക്കെ. പക്ഷെ ഹാർഡ് വർക്ക് ആണോ വേണ്ടത്? അല്ല, വേണ്ടത് സ്മാർട്ട് വർക്കാണ്. ഹാർഡ് വർക്കിനെക്കാട്ടി ഉപരിയായിട്ട് സ്മാർട്ട് വർക്ക് ചെയ്താൽ നമുക്ക് ഉയർന്ന നിലയിലും എത്താം, അതേപോലെ തന്നെ ഉയർന്ന മാർക്കുകളും നേടാൻ പറ്റും. ഇതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം. ഹായ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തരുന്ന 2 ടിപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ട് നമ്മുടെ പഠനത്തിന്റെ കാര്യം തന്നെ പറയാം. നമ്മൾ ഇന്നൊരു ദിവസം പഠിക്കുന്നു, വളരെ വേഗം മറന്നു പോകുന്നു. പിന്നെയും ഹാർഡ് വർക്ക് എടുത്ത് പഠിക്കുന്നു, മറന്നു പോകുന്നു. പല കുട്ടികളും നമ്മളോട് പറയാറുണ്ട്, എത്ര പഠിച്ചിട്ടും കാര്യമില്ല, പരീക്ഷന്റെ സമയമാകുമ്പോൾ എല്ലാതും മറന്നു പോകും, പരീക്ഷയുടെ തലേ ദിവസം പഠിച്ചാൽ പോരെ എന്നുള്ളത്. ഏറ്റവും മിസ്റ്റേക്ക് ഉള്ള കാര്യമാണത്. പരീക്ഷയുടെ 2 ആഴ്ച ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു മാർക്കും കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഇതിൽ ചെയ്യേണ്ട ഒരു സ്മാർട്ട് വർക്ക് എന്താണെന്ന് അറിയോ? നമ്മുടെ മറവി മാറ്റിയെടുക്കാനുള്ള സ്മാർട്ട് വർക്ക്. ഹ്യൂമൻ ബ്രെയിനിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇന്നൊരു കാര്യം പഠിച്ചു, ആ കാര്യം കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ മറന്നുപോകും. അത് സ്വാഭാവികം. പക്ഷെ നമ്മൾ അന്ന് പഠിച്ചതാണല്ലോ, അത് മറന്നുപോയല്ലോ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഇത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്മാർട്ട് വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുന്നു. ആ ടോപ്പിക്ക് അതേപോലെ തന്നെ 3-ാമത്തെ ദിവസം നമ്മൾ വീണ്ടും പഠിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 3 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് 6-ാമത്തെ ദിവസം നമ്മൾ വീണ്ടും പഠിക്കുന്നു. പിന്നെ നമ്മൾ പഠിക്കുന്നത് 14-ാമത്തെ ദിവസം ഇതേ സെയിം ടോപ്പിക്. എല്ലാ ടോപ്പിക്കിലും ഇതേപോലെ ചെയ്യണം. 14-ാമത്തെ ദിവസം പഠിക്കുന്നു, പിന്നെ അത് നമ്മൾ അങ്ങോട്ട് മറക്കില്ല. പിന്നെ നമ്മളത് പരീക്ഷാ ടൈമിൽ ആവുമ്പോഴേക്കും നമുക്കത് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവും. പിന്നെ ചെറിയൊരു റിവിഷൻ മാത്രമേ വേണ്ടി വരികയുള്ളൂ. ഇതാണ് 1-ാമത്തെ സ്മാർട്ട് ട്രിക്ക്. ഈ സ്മാർട്ട് ട്രിക്ക് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇതിനെയാണ് നമ്മൾ റിപ്പീറ്റഡ് റിവിഷൻ എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് റിവിഷൻ ഒരു സ്മാർട്ട് വർക്കാണ്. ഇതൊരു ലോങ് ടേം മെമ്മറി നമുക്ക് തരും. അടുത്തൊരു സ്മാർട്ട് വർക്ക് എന്താണെന്ന് അറിയണ്ടേ? നമ്മൾ സാധാരണഗതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പ്രാവശ്യം നോട്ട് ബുക്ക് വായിക്കുന്നു, ഒരുപാട് പ്രാവശ്യം ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നു. വായിച്ച് ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മളിതൊക്കെ പഠിച്ചു കഴിഞ്ഞു, ഇനി പരീക്ഷ ആകുമ്പോഴേക്കും നമുക്കൊക്കെ മെമ്മറിയിൽ ഉണ്ടാവുന്നു. പക്ഷെ നമ്മളത് പഠിച്ചു കഴിഞ്ഞാലും പരീക്ഷ ടൈമിൽ നമുക്കത് ഓർമ്മ വരുന്നില്ല. പലരും പറയാറുണ്ട്, ഇത് എന്തുകൊണ്ട് ഓർമ്മ വരുന്നില്ല? ഞാൻ ഒരുപാട് ടെസ്റ്റ് വായിച്ചു പഠിച്ചു, കുറേ നോട്ട് വായിച്ചു പഠിച്ചു, പക്ഷെ ഒന്നും ഓർമ്മ വരുന്നില്ല. എന്തായിരിക്കും റീസൺ? അതിനുള്ളൊരു സ്മാർട്ട് വർക്ക് ഞാൻ പറയാം. ഇതിനുള്ളൊരു സ്മാർട്ട് വർക്കാണ് ആക്റ്റീവ് റീകോളിംഗ്. ഈ ആക്റ്റീവ് റീകോളിംഗ് എന്ന് പറയുന്നത്, നമ്മൾ ഓൾറെഡി ഒരു ടോപ്പിക് എടുക്കുന്നു, പഠിക്കുന്നു, പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. ആ മനസ്സിലായി കഴിഞ്ഞ കാര്യം നമുക്ക് ഒന്ന് റീകോൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോട്ട് ബുക്കും ഒക്കെ അടച്ചു വെക്കുന്നു. അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് കണ്ണടച്ചിട്ട് നമ്മളത് 1 by 1 ആയിട്ട് പോയിന്റ്സ് ഒന്ന് ആലോചിച്ച് നോക്കുക, എല്ലാതും ഓർമ്മയുണ്ടോ എന്നുള്ളത്. അല്ലെങ്കിൽ വേറൊരു ബുക്ക് എടുത്തിട്ട് ഈ പോയിന്റ്സ് നമ്മൾ എഴുതി നോക്കുന്നു, എന്തെല്ലാം നമ്മളിപ്പോൾ പഠിച്ചു. ഇതൊരു ബെസ്റ്റ് മെത്തേഡാണ്, ഒരു സ്മാർട്ട് വർക്കാണ് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ റീകോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് മറന്നു പോവുകയില്ല. നമ്മുടെ ബ്രെയിനിൽ അത് അവിടെ ആക്റ്റീവായിട്ട് കിടക്കും. പിന്നെ എക്സാം ടൈമിലേക്ക് നമ്മളത് പഠിച്ചാൽ മതി. ഇതൊരു സ്മാർട്ട് വർക്കാണ്. ഹാർഡ് വർക്കിനെക്കാട്ടി ബെറ്റർ സ്മാർട്ട് വർക്കാണെന്ന് അറിയാലോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള 2 സ്മാർട്ട് വർക്കുകൾ, ആക്റ്റീവ് റീകോളിംഗ്, റിപ്പീറ്റഡ് റിവിഷൻ. ഇത് രണ്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഉപകാരപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ.